ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഇനി അടുത്തായിട്ട് പവർ സ്ക്രൂവിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അതിൽ എ സ്ക്വയർ ത്രെഡഡ് പവർ സ്ക്രൂ ഹാസ് എ നോമിനൽ ഡയാമീറ്റർ ഓഫ് 30 mm ആൻഡ് എ പിച്ച് ഓഫ് 6 mm വിത്ത് ഡബിൾ ത്രെഡ്സ്. ഡബിൾ ത്രെഡ് എന്ന് വെച്ചാൽ ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ്. The load on the screw is 6 kN and mean diameter of thread collar is 40 mm. അപ്പോൾ ഇവിടെ കോളർ ഉണ്ടെന്നാണ്. ത്രെഡ് കോളറിന്റെ മീൻ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോളർ ഉള്ള ടൈപ്പാണ്. The coefficient of friction of screw is 0.1 and the collar is 0.09. Determine torque required to raise the screw against the load. Torque required to lower the screw with the load and overall efficiency. And D is the screw self-locking. ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. ഗിവൺ D is equal to 30 mm. അത് മേജർ ഡയമീറ്റർ, സ്ക്രൂവിൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മേജർ ഡയമീറ്റർ 30 mm. D is equal to 30 mm. പിച്ച് 6 mm. നമ്പർ ഓഫ് ത്രെഡ്സ് N is equal to 2. ലോഡ് എന്ന് പറയുന്നത് W 6000 Newton. മീൻ ഡയമീറ്റർ ഓഫ് കോളർ എന്ന് പറയുന്നത് DC equal to 40 mm. Then coefficient of friction of screw. സ്ക്രൂവിൻ്റെ coefficient of friction F 0.1. പിന്നെ കോളറിൻ്റെ ആണെങ്കിൽ coefficient of friction FC equal to 0.09. ഇനി ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് വിത്ത് കോളർ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങളുടെ ഡാറ്റ ബുക്കിലുണ്ട്. പേജ് നമ്പർ 135 ഇക്വേഷൻ 9.12a ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എല്ലാം തന്നിട്ടുണ്ട്. എല്ലാം തന്നിട്ടില്ല. D2 കണ്ടുപിടിക്കണം. D2 കണ്ടുപിടിക്കാനായിട്ട് D2 is equal to D minus P/2. D എന്ന് പറയുന്നത് മേജർ ഡയമീറ്റർ മൈനസ് P/2. പിച്ച് 6 ആണ്. അപ്പോൾ 27 mm ആണ് D2 കിട്ടുന്നത്. D2 എന്ന് പറയുന്നത് പിച്ച് ഡയമീറ്റർ 27 mm. ലീഡ് ആംഗിൾ ടാൻ ആൽഫ. ലീഡ് ആംഗിൾ അല്ല, ലീഡ് ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. അപ്പോൾ ടാൻ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് L ഡിവൈഡ് ബൈ പൈ D2 ഓർ NP ഡിവൈഡ് ബൈ പൈ D2. L അറിയില്ല. L എന്ന് പറയുന്നത് ലീഡാണ്. ലീഡ് L അത് N ഇൻറ്റു പി. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ത്രെഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ഓഫ് ത്രെഡ് ഇൻറ്റു പിച്ചാണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ്. ഈ 2 ത്രെഡ് ഉണ്ട്. അപ്പോൾ 2 × 6 ഡിവൈഡ് പൈ ഇൻറ്റു 27. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു 0.1415. ആൽഫ കണ്ടുപിടിക്കണം. നമുക്ക് ഡയറക്റ്റ് ടാൻ ആൽഫയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ D2 കിട്ടി, അതുപോലെ ടാൻ ആൽഫയും കിട്ടി. ഈ ബാക്കിയെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതിനകത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. DC ഇവിടെ D2 W/2 D2 ഇൻറ്റു ടാൻ ആൽഫ പ്ലസ് ഇവിടെ ടാൻ ഫൈ ആണ്. ടാൻ ഫൈ എന്ന് പറയുന്നത് F ആണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.1 മൈനസ് ഇത് ടാൻ ആൽഫ ഇൻറ്റു ടാൻ ഫൈ എന്ന് പറയുന്നത് F പ്ലസ് FC DC. FC എന്ന് പറയുന്നത് കോളർ ഫ്രിക്ഷൻ ഇൻറ്റു DC എന്ന് പറയുന്നത് മീൻ ഡയമീറ്റർ ഓഫ് കോളർ. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് കിട്ടും. അതുപോലെ ഇനി ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ്. ഈ ഇക്വേഷൻ ഡാറ്റ ബുക്കിലില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്തിക്കുക. ഇക്വേഷൻ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇതിനകത്തല്ല, ഇത് തന്നെയാണ് ഇക്വേഷൻ. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ നമുക്ക് ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് കിട്ടും. അതായത് ഇവിടെ F മൈനസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ ഇവിടെ മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് ആവും. അപ്പോൾ F മൈനസ് ടാൻ ആൽഫ മൈനസ് F അല്ല, F മൈനസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് F ടാൻ ആൽഫ. അതാക്കി കഴിഞ്ഞാൽ ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ് കിട്ടും. അപ്പോൾ ഇക്വേഷൻ ഡാറ്റ ബുക്കിലില്ല. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. കണ്ടോ, ഈ ഇക്വേഷൻ ഇങ്ങനെ വരും. F മൈനസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് F ടാൻ ആൽഫ.
ഇതിനകത്ത് എല്ലാ ടേമുകളും നമ്മൾ കണ്ടുപിടിച്ചതാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ് TL is equal to 7485.4 Newton millimeter. Then കണ്ടുപിടിക്കുക, നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് എഫിഷ്യൻസി ഓഫ് സ്ക്രൂ വിത്ത് കോളർ ഫ്രിക്ഷൻ. അപ്പോൾ വിത്ത് കോളർ ഫ്രിക്ഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളുടെ പേജ് നമ്പർ 135 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 9.12b ആണ്. ഇത് d2 tan alpha divided by d2 into tan alpha plus f divided by 1 minus f tan alpha plus fcdc. ഇന്നത്തെ എല്ലാ ടൈമുകളും നമ്മൾ കണ്ടുപിടിച്ചാണ്, അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫിഷ്യൻസി 37.4%. അപ്പോൾ നമ്മൾ ഓവർ ഹോളിംഗ് ആണോ സെൽഫ് ലോക്കിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിൻസ് എഫിഷ്യൻസി ഈസ് ലെസ് ദാൻ 50%, ദ ഗിവൻ സ്ക്രൂ ഈസ് സെൽഫ് ലോക്കിംഗ്. അപ്പോൾ സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫിഷ്യൻസി ലെസ് ദാൻ 50 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ അത് ഓവർ ഹോളിംഗ് ആയിരിക്കും. അടുത്ത പ്രോബ്ലം നോക്കാം. എ സിംഗിൾ സ്റ്റാർട്ട്. അപ്പോൾ അവിടെ സിംഗിൾ സ്റ്റാർട്ടാണ്, അപ്പോൾ n is equal to 1 ആയിരിക്കും. അപ്പോൾ സിംഗിൾ സ്റ്റാർട്ട് സ്ക്വയർ ത്രെഡഡ് പവർ സ്ക്രൂ ഈസ് യൂസ്ഡ് ടു റേസ് എ ലോഡ് ഓഫ് 120 kN. The screw has a mean diameter 24 mm, അതായത് D2, and 4 threads per 24 mm length. അപ്പോൾ 24 mm ലെങ്ത്തിൽ 4 ത്രെഡാണ് വരുന്നത്. The mean collar diameter is 40 mm DC. Then coefficient of friction is estimated as 0.1 for both thread and collar. രണ്ടിനും സെയിം ആണ് f ന്റെ വാല്യൂ. F is equal to FC. Then determine the major diameter of screw. D ആണ് കണ്ടുപിടിക്കുന്നത്, small d. Estimate the screw torque required to raise the load, TR. And estimate overall efficiency. If collar friction is eliminated, what minimum value of thread coefficient is needed to prevent the screw from overhauling? അപ്പോൾ ഇവിടെ നിങ്ങൾ n is equal to 1 ആണ്, ബട്ട് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ്. ലോഡ് തന്നിട്ടുണ്ട്. മീൻ ഡയാമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് D2 is equal to 24, അതായത് പിച്ച് ഡയാമീറ്റർ. നമ്പർ ഓഫ് ത്രെഡ്സ് n1 is equal to 4. അവിടെ n1 is equal to 4. നമ്പർ ഓഫ് ത്രെഡ്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഈ n ഉദ്ദേശിക്കുന്നത് 1 പറയുന്നത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ്, ഒറ്റ സ്റ്റാർട്ടേ ഉള്ളൂ, അത് തന്നെയാണ് ചുറ്റി അവസാനം വരെ പോകുന്നത്. നമ്പർ ഓഫ് ത്രെഡ്സ് ഓവർ എ ലെങ്ത് ഓഫ് LN 24 mm. 24 mm ലെങ്ത്തിൽ 4 ചുറ്റ് അങ്ങനെയാണ് കുറച്ചുകൂടി അത് പറയുന്നത് ബെറ്റർ. അതായത് 4 ത്രെഡ് ഉദ്ദേശിക്കുന്നത് 4 ചുറ്റ്. അപ്പോൾ അങ്ങനെയാണ് n1 is equal to 4 വന്നേക്കുന്നത്. ദെൻ കോളർ ഡയാമീറ്റർ തന്നിട്ടുണ്ട് DC 40 mm. F is equal to FC is equal to 0.1. അപ്പോൾ നമുക്ക് ഇനി ആദ്യം മേജർ ഡയാമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ D2 കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ അറിയാം. D2 തന്നിട്ടുണ്ട്. D2 എന്ന് പറയുന്നത് D - P/2 ആണ്. അതുപോലെ ലെങ്ത് ഓഫ് നട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് LN is equal to P into N ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ നെറ്റ് ബുക്കിലുണ്ട്. LN എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് നട്ടാണ്, അപ്പോൾ അത് 24 ആണ്. അപ്പോൾ 24 mm ആണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് നട്ടിൻ്റെ. ഇറ്റ് ഈസ് ഇക്വൽ ടു P into N. ഇവിടെ N is equal to N1 കൊടുക്കാം. ഇവിടുത്തെ n എന്ന് പറയുന്നത് P into N ആണ്. ഡാറ്റ ബുക്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ P into N ആണ്. പക്ഷെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നൊട്ടേഷൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ P into N1 കൊടുക്കാം. പക്ഷേ ഈ n ഉദ്ദേശിക്കുന്നത് എന്നത് ഈ ലെങ്ത്തിൽ എത്ര ത്രെഡ് വരുന്നുണ്ടെന്നുള്ളതാണ്, എത്ര സ്റ്റാർട്ട് എന്നല്ല, എത്ര ത്രെഡ് വരുന്നുണ്ട്. അപ്പോൾ n is equal to N1 കൊടുക്കുക. 24 is equal to P into 4 കൊടുക്കുക. അപ്പോൾ P is equal to 24/4, 6 mm. അപ്പോൾ പിച്ച് 6 mm കിട്ടി. ഇനി D2 is equal to D - P/2 എന്നറിയാം. അപ്പോൾ D2 എന്ന് പറയുന്നത് 24 ആണ് മീൻ ഡയാമീറ്റർ. 24 is equal to D - 6/2. അതിൽ നിന്ന് D കിട്ടും. D എന്ന് പറയുന്നത് 27 mm കിട്ടും. അപ്പോൾ മേജർ ഡയാമീറ്റർ കിട്ടി. ഇനി നോമിനൽ ഡയാമീറ്റർ ഓഫ് ത്രെഡ് കിട്ടി. ഇനി വേണ്ടത് ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് W/2. നമുക്ക് ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. ഇതിനകത്ത് ഇനി കണ്ടുപിടിക്കാനുള്ളത് D2 അറിയാം, W അറിയാം, പിന്നെ വേണ്ടത് ടാൻ ആൽഫയെ കണ്ടുപിടിക്കുന്നുണ്ട്. FC അറിയാം, DC ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ
നിങ്ങൾക്ക് ടാൻ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് ടാൻ ആൽഫയുടെ ഇക്വേഷൻ എൽ ഡിവൈഡ് ബൈ പൈ ഡി ടു ഇറ്റ് ഇസ് ഈക്വൽ ടു എൻ പി. എൽ എന്ന് പറയുന്നത് എൻ പി ആണ്. എൻ പി ഡിവൈഡ് ബൈ ഇത് പൈ ഡി ടു. ഈ ഇക്വേഷൻ ഡാറ്റ ബുക്കിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ 1/6. ഇവിടെ n ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട്, സിംഗിൾ സ്റ്റാർട്ടാണ്. അപ്പോൾ 1/6 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 24 ഇറ്റ് ഇസ് ഈക്വൽ ടു 0.0796. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് എത്രയാണെന്ന് കിട്ടും. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഇതറിയാം, ഡാറ്റ ബുക്കുള്ള ഇക്വേഷനാണ്. ഇതിനകത്ത് എല്ലാ ടേമുകളും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടും. എഫിഷ്യൻസി ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 22.9% കിട്ടും. അടുത്ത നാലാമത്തെ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് ടു പ്രിവെന്റ് ഓവർഹോളിംഗ്. അപ്പോൾ ഓവർഹോളിംഗ് ഒഴിവാക്കാനായിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര വേണം വിത്തൗട്ട് കോളർ ഫ്രിക്ഷൻ. അപ്പോൾ കോളർ ഫ്രിക്ഷൻ ഇല്ല, അപ്പോൾ കോളർ ഒഴിവാക്കി. അപ്പോൾ നമുക്കറിയാം ഓവർഹോളിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആയിരിക്കണം. ബട്ട് ഇതാണ് ഓവർഹോളിംഗ് വരാനുള്ള കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ടു പ്രിവെന്റ് ഓവർഹോളിങ്ങിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഇത് നേരെ തിരിച്ചു വരണം. ഫൈ ലെസ് ദാൻ ആൽഫ or tan phi less than tan alpha, but tan alpha is equal to f, that is f less than tan alpha. Tan alpha യുടെ വാല്യൂ എത്രയാണ്? 0.0796 ആണ്. അപ്പോൾ f should be less than 0.0796. then minimum value of f എന്തായിരിക്കണം? ഇതാണ് ഓവർഹോളിംഗ് ഒഴിവാക്കാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഓവർഹോളിംഗ് ഒഴിവാക്കണമെങ്കിൽ മിനിമം വാല്യൂ ഓഫ് എഫ് ഇത് വരണം, ഇത് മിനിമം വരണം, ഇത് കൂടുതൽ വരണം. എന്നാലാണ് ഓവർഹോളിംഗ് ഒഴിവാക്കാനുള്ള മിനിമം വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇത്ര വേണം. അടുത്ത പ്രോബ്ലം എ സിംഗിൾ ത്രെഡഡ് എന്ന് പറയുമ്പോൾ n is equal to 1 ആണ്. പവർ സ്ക്രൂ ഓഫ് 25 mm ഡയ ഹാസ് എ പിച്ച് ഓഫ് 5 mm. അതായത് d is equal to 25 mm ആണ്, പിച്ച് 5 mm. A vertical load on the screw reaches a maximum load of 500 Newton. W is equal to 500 Newton. The coefficient of friction is 0.05 for collar and collar. Collar and FC is equal to 0.05. Then 0.08 for the screw. That is F, small letter F is equal to 0.08. The frictional diameter of the collar is 30 mm. That is DC. Find the torque required to raise and lower the load. Also find the efficiency of the power screw. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. n is equal to 1 ആണ്, d തന്നിട്ടുണ്ട്, p തന്നിട്ടുണ്ട്, w, fc തന്നിട്ടുണ്ട്, f തന്നിട്ടുണ്ട്, dc ഇത്ര തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ w/2 dt. ഇതിനകത്ത് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് d2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. മീൻ ഓർ പിച്ച് ഡയമീറ്റർ d2 is equal to d minus p/2. അപ്പോൾ 25 minus 5/2 അത് 25.25. 25 minus 2.5 ആണ്, ഇവിടെ പോയിന്റ് എല്ലാം മൈനസ് ആണ്. അപ്പോൾ 22.5 ആണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത് ടാൻ ആൽഫയാണ്. ടാൻ ആൽഫ എന്ന് പറയുന്നത് L/πd2, ദാറ്റ് ഈസ് NP ഡിവൈഡ് ബൈ πd2. എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട്, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ്. 1/5 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 25. ടാൻ ആൽഫയുടെ വാല്യൂ കിട്ടി 0.0707 കിട്ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ്. ഇനി ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദ ലോഡ്. ലോവർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ എഫ് മൈനസ് ടാൻ ആൽഫ കൊടുക്കുക, ഇവിടെ പ്ലസ് ആക്കാം. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ലോവർ ചെയ്യാനുള്ള ടോർക്ക് കിട്ടും. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വിത്ത് കോളർ, ഇവിടെ കോളറിന്റെ ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ വിത്ത് കോളറാണ്, അപ്പോൾ എഫിഷ്യൻസി വിത്ത് കോളർ ഫ്രിക്ഷൻ എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ദെൻ ഇറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനകത്ത് എല്ലാം ടേമുകളും നമുക്ക് അറിയാം, കണ്ടുപിടിച്ചതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 32.39% എഫിഷ്യൻസി കിട്ടും. അടുത്ത പ്രോബ്ലം A double threaded screw of a screw jack has the following specifications. Load to be raised W 90 kN. Outer diameter of square thread. Outer diameter എന്ന് പറഞ്ഞാൽ D ആണ്, 75 mm. Mean collar diameter. Mean collar diameter എന്ന് ഉദ്ദേശിക്കുന്നത് FC ആണ്.
കോളർ ഡയാം എഫ് സി അല്ല DC 125 mm, pitch 16, coefficient of friction for thread F 0.1, coefficient of friction for collar FC 0.12. Determine the torque required to operate the screw jack and efficiency of the screw. ഇതിനകത്ത് നേരത്തെ തന്നിരിക്കുന്ന പോലെ തന്നെയുള്ള ഡാറ്റകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് ഈക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിൽ എനിക്ക് W അറിയാം, ടാൻ ആൽഫ കണ്ടുപിടിക്കണം. FC DC ഒക്കെ തന്നിട്ടുണ്ട്, D2 കണ്ടുപിടിക്കണം. അപ്പോൾ D2 കണ്ടുപിടിക്കാനായിട്ട് D മൈനസ് P ബൈ 2, 75 മൈനസ് 16/2, 67 mm. ലീഡ് ആംഗിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാൻ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് L ബൈ പൈ D2 ഇറ്റ് ഈസ് ഈക്വൽ ടു NP ബൈ പൈ D2. ഈ ഇക്വേഷൻ ഡാറ്റ ബുക്കിലുണ്ട്. ലീഡ് ടാൻ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.1520 ടാൻ ആൽഫ കിട്ടി. ഇനി ടോർക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടോർക്ക് കിട്ടും. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഈ ഡാറ്റ ബുക്കുള്ള ഇക്വേഷനാണ്. ഇതിനകത്ത് എല്ലാ ടൈംസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 31.68% എഫിഷ്യൻസി കിട്ടും. അടുത്തത് എ വെർട്ടിക്കൽ ടു സ്റ്റാർട്ട് സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ ഓഫ് 100 mm mean diameter and 20 mm pitch supports a vertical load of 18 kilonewton. Axial thrust on the screw is taken by a collar having 250 mm outside diameter and 100 mm inside diameter. Find the force required at the end of the lever, which is 400 mm long, in order to lift and lower the load. The coefficient of friction for the vertical screw and the nut is 0.5 and that for collar bearing is 0.2. ഇവിടെ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഡാറ്റകളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് റിക്വയർഡ്. ഇപ്പം നമ്മൾ ഒരു സ്ക്രൂ ജാക്ക് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സ്ക്രൂ ജാക്കിനകത്ത് അത് പവർ സ്ക്രൂ ആണ്. സ്ക്രൂ ജാക്കിനകത്ത് നമ്മൾ ടോർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലിവർ, അതിൽ നിന്ന് ഒരു ലിവർ കണക്ട് ചെയ്യുന്നതായിരിക്കും, ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉള്ള ലിവർ. ആ ലിവറിന്റെ എൻഡിൽ പിടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെ ആ ലിവറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം തന്നിരിക്കുന്ന ഡാറ്റയൊക്കെ എഴുതുക. ഡബിൾ സ്റ്റാർട്ടാണ്. പിച്ച് ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ പിച്ച്, ഇവിടെ ലോഡ്, എത്ര ലോഡാണ് റേസ് ചെയ്യേണ്ടത്. പിന്നെ തന്നിരിക്കുന്നത് ഡി ഡാഷും ഡി ഡബിൾ ഡാഷും. ഈ ഡി ഡാഷും ഡി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ പുതിയ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കോളർ ബെയറിംഗ്, കോളർ തന്നിട്ടുണ്ട്. കോളറിൻ്റെ ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും തന്നിട്ടുണ്ട് 250 100. അതാണ് ഇവിടെ ഡി ഡാഷും ഡി ഡബിൾ ഡാഷും. അപ്പം ഡി ഡാഷും ഔട്ടർ ഡയമീറ്റർ കോളറിൻ്റെ, ഡി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇന്നർ ഡയമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ലിവർ, നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവർ ഉണ്ട്, അതിൻ്റെ ലെങ്ത് 400 mm ആണ്. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ത്രെഡ് 0.15, കോളറിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.02. ഫോഴ്സ് റിക്വയർഡ് ടു റേസ് ദ ലോഡ് FR. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ക്രൂ ജാക്കായിട്ട് കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് ത്രെഡിൻ്റെ മുകളിൽ നിന്ന് ഒരു ലിവർ വെച്ചിട്ടുണ്ടാവും, ഹൊറിസോണ്ടൽ ലിവർ. ആ ഹൊറിസോണ്ടൽ ലിവർ നമ്മൾ തിരിക്കുമ്പോഴാണ് അത് സ്ക്രൂ തിരിക്കുന്നത്, ലോഡ് റേസ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ടോർക്ക്, നമ്മൾ കൊടുക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ബെൻഡിങ് മൊമെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ ദ ലെങ്ത് ഓഫ് ഹാൻഡിൽ. ടോർക്ക് അല്ല, ഫോഴ്സ് ഇൻറ്റു, നമ്മളവിടെ ടോർക്ക് അല്ല കൊടുക്കുന്നത്. ആ ടോർക്ക് എന്ന് പറയുന്നതാണ് ഫോഴ്സ് ഇൻറ്റു റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഹാൻഡിലാണ്, ഹാൻഡിലിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ലിവറിൻ്റെ ലെങ്ത്. അതായത് TR ഇസ് ഈക്വൽ ടു ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് എന്ന് പറയുന്നത് FR ഇൻറ്റു L. ബട്ട് നമുക്ക് TR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് DC കണ്ടുപിടിക്കണം. DC തന്നിട്ടില്ല. DC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്, D ഡാഷ് പ്ലസ് D ഡബിൾ ഡാഷ് ബൈ 2 ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മുടെ ഡാറ്റ ബുക്കിൽ ഉണ്ട്. ഡാറ്റ ബുക്കിൽ ഉള്ള ഇക്വേഷനാണ്. അവിടെ യൂണിഫോം വെയറിൻ്റെ കേസ് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് DCയുടെ വാല്യൂ കിട്ടും. ടാൻ ആൽഫ കണ്ടുപിടിക്കുക, L ഡിവൈഡ് ബൈ പൈ D2. L എന്ന് പറയുന്നത് NP ആണ്. ടാൻ ആൽഫ ഇസിക്കൽ NP ബൈ പൈ D2. ടാൻ ആൽഫയുടെ വാല്യൂ കിട്ടും. TR കണ്ടുപിടിക്കുക അതിൽ നിന്ന്.
ഇതിൻ്റെ ടേംസ് എല്ലാം നമുക്ക് കിട്ടി. ഇനി അതിൽ നിന്ന് ടി ആർ കണ്ടുപിടിക്കുക. ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ്, ടി ആർ കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടി ആർ ഇസിക്കൽ ടു എഫ് ആർ ഇൻറ്റു എൽ ആണ്. അപ്പോൾ ടി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ആർ ബട്ട് ഫോഴ്സ് റിക്വയർഡ് ടു റേസ് ദ ലോഡ് ഇസിക്കൽ ടു ടി ആർ ബൈ എൽ. അപ്പോൾ ടി ആർ നമ്മൾ കണ്ടുപിടിച്ചാണ്. ലെങ്ത് ഓഫ് ലിവർ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഫോഴ്സ് കിട്ടി. ഇത്രയും ഫോഴ്സ് വേണം നമുക്ക് വെയിറ്റ് റേസ് ചെയ്യാനായിട്ട്. അടുത്ത ഫോഴ്സ് റിക്വയർഡ് ടു ലോവർ ദ ലോഡ്, ടി എൽ. അപ്പോൾ ലോവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ അവിടെ ഹാൻഡിൽ പിടിച്ച് തിരിക്കണം, ലിവർ പിടിച്ച് തിരിക്കണം. ലിവർ തിരിക്കുമ്പോഴും അവിടെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നു. അപ്പോൾ എഫ് ടി എൽ ഇസിക്കൽ ടു എഫ് എൽ ഇൻറ്റു എൽ. അപ്പോൾ ടി എൽ കണ്ടുപിടിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് മൈനസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് എഫ് ടാൻ ആൽഫ എന്നുള്ള വാല്യൂ ഇക്വേഷൻ ചേഞ്ച് ചെയ്യാം. എൻ്റെ എല്ലാ ടേംസും ഉള്ളതാണ്, എല്ലാത്തിൻ്റെയും വാല്യൂസ് ഉള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടോർക്ക് റിക്വയർഡ് ടു റേസ് ലോവർ ദ ലോഡ് കണ്ടുപിടിച്ചിട്ട് ടി എൽ ഇസിക്കൽ ടു എഫ് എൽ ഇൻറ്റു എൽ. ഇതിൽ എഫ് എൽ ഇസിക്കൽ ടു ഫോഴ്സ് റിക്വയർഡ് ടു ലോവർ ദ ലോഡ് എന്ന് പറയുന്നത് എഫ് എൽ ഇസിക്കൽ ടു ടി എൽ ബൈ എൽ. അപ്പോൾ നമുക്ക് ലോഡ് ലോവർ ചെയ്യാനുള്ള ലിവറിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയെന്ന് കിട്ടും. അടുത്ത പ്രോബ്ലം ആൻ ഇലക്ട്രിക് മോട്ടോർ ഡ്രിവൺ പവർ സ്ക്രൂ മൂവ്സ് എ നട്ട് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ against a force of 75 kilonewton at 300 millimeter per minute. The screw has a single thread of 6 mm pitch on a major diameter of 40 mm. The friction coefficient of screw thread is 0.1. Estimate the power of motor. മോട്ടോറിൻ്റെ പവറാണ് അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഡാറ്റ ഇലക്ട്രിക് മോട്ടോർ ഡ്രിവൺ എ പവർ സ്ക്രൂ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ ഒരു പവർ സ്ക്രൂവിനെ ഡ്രൈവ് ചെയ്യുന്നു. മൂവ്സ് എ നട്ട്, ഒരു നട്ടിനെ മൂവ് ചെയ്യുന്നുണ്ട് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ അഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഓഫ് 75 കിലോന്യൂട്ടൺ. 75 കിലോന്യൂട്ടൺ ആണ് ലോഡ് വരുന്നത്. അറ്റ് 300 millimeter per minute. അപ്പോൾ അതിൻ്റെ ലീഡ് തന്നിട്ടുണ്ട് 300 millimeter per minute ആണ് സ്പീഡ്, കട്ടിങ് സ്പീഡ്. അത് മൂവ് ചെയ്യുന്ന സ്പീഡ്. സ്ക്രൂ ഹാസ് എ സിംഗിൾ ത്രെഡ് ഓഫ് 6 mm പിച്ച്. അപ്പോൾ n = 1 ആണ്. മേജർ ഡയമീറ്റർ തന്നിട്ടുണ്ട് 40 mm. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എസ്റ്റിമേറ്റ് പവർ ഓഫ് മോട്ടോറിൻ്റെ പവർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. കോളർ ഡീറ്റെയിൽസ് ആർ നോട്ട് ഗിവൺ. അപ്പോൾ കോളർ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. ദെൻ ദിസ് ഈസ് ദ സ്ക്രൂ വിത്തൗട്ട് കോളർ. അപ്പോൾ വിത്തൗട്ട് കോളർ കേസാണ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എടുക്കേണ്ടത്. ദെൻ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി ആർ ഇസിക്കൽ ടു 9.55 into 10⁻⁶ p by n dash. പേജ് നമ്പർ ഇക്വേഷൻ നമ്മുടെ ഇവിടെ ഉണ്ട്, പേജ് നമ്പർ 50. പേജ് നമ്പർ 50 ഇക്വേഷൻ നമ്പർ 3.3a ആണ് ഈ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് n ഡാഷ്, അപ്പോൾ നമ്മുടെ പേജ് നമ്പർ ഈ ഇക്വേഷൻ ഡാറ്റ കിടക്കുന്നത് n ആയിരിക്കും. അപ്പോൾ n നമ്മൾ ഓൾറെഡി നമ്പർ ഓഫ് ത്രെഡ് സ്റ്റാർട്ടിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എന്നുള്ളൂടെ n ഡാഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ n ഡാഷ് എന്ന് പറയുന്നത് കട്ടിങ് സ്പീഡ് ഡിവൈഡ് ബൈ ലീഡ്. അപ്പോൾ n ഡാഷ് എന്ന് പറയുന്നത് RPM ആണ് കേട്ടോ. RPM കിട്ടണമെങ്കിൽ കട്ടിങ് സ്പീഡ് ഇപ്പോൾ തന്നിരിക്കുന്നത് millimeter per minute ആണ്. അതിനെ ഡിവൈഡ് ബൈ ലീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ലീഡ് L = n × p. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റാർട്ട് 1 ആണ് ഇൻറ്റു 6. 6 mm per revolution ആണ് നമുക്ക് ലീഡ് കിട്ടിയത്. 6 mm, അതായത് ഒരു റെവല്യൂഷനിൽ 6 mm നീങ്ങുന്നു ലീഡ്, അതാണ് ലീഡ് തന്നിരിക്കുന്നത്. ഇനി n ഡാഷ് = 300 mm per minute ഡിവൈഡ് ബൈ 6 mm per revolution. അപ്പോൾ നമുക്ക് 50 RPM കിട്ടും n ഡാഷ്. ഇനി അത് ടി ആർ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ടി ആർ കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ ഓൾറെഡി, ലോഡ് റേസ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ഈ ഇക്വേഷൻ ഇത് വിത്തൗട്ട് കോളർ ആയതുകൊണ്ട് ഇത്രയും ടൈം ഉള്ളൂ. അപ്പോൾ ടാൻ ഫൈ നമുക്കറിയാം, ടാൻ ഫൈ = F ആണ്. ഇതിവിടെ ടാൻ ഫൈ പ്ലസ് ആൽഫ എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്തേക്കുന്നതാണ്. ടാൻ ഫൈ പ്ലസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ഫൈ ടാൻ ആൽഫ. അത് ടാൻ എ പ്ലസ് ബി അങ്ങനെ എക്സ്പാൻഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ടാൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ ഓഫ് ത്രെഡ് ആണ്. അപ്പോൾ ടാൻ ഫൈ നമുക്ക് എഫ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ കേസ് ചെയ്യാം. കോളർ ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ എടുക്കാം.
വിത്ത് കോളർ ഫ്രിക്ഷൻ ഉള്ള ഇക്വേഷൻ എടുത്തിട്ട് അതിനകത്ത് കോളറിൻ്റെ ടേംസ് ഒക്കെ 0 കൊടുത്താൽ മതി. അതായത് എഫ് സി 0 കൊടുക്കുക, ടി സി 0 കൊടുത്താലും ഈ ഇക്വേഷൻ കിട്ടും. D2 കണ്ടുപിടിക്കുക, ടാൻ ആൽഫ കണ്ടുപിടിക്കുക, എന്നിട്ട് ടി ആർ കണ്ടുപിടിക്കുക. ടി ആർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടി ആർ ഈസ് ഈക്വൽ ടു 9.55 ഇൻറ്റു 10⁶ പി ബൈ എൻ ഡാഷ്. ആ ഇക്വേഷനിൽ ടി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എൻ ഡാഷ് കിട്ടിയതാണ്. നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റും. പവർ പി ഈസ് ഈക്വൽ ടു 1.107 കിലോ വാട്ട്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ത്രെഡിൻ്റെ ട്രപ്പിസോയിഡൽ ഓർ ആക്മെ ത്രെഡ്. അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഡബിൾ ത്രെഡഡ്, അപ്പോൾ N is equal to 2 ആയിരിക്കും. പവർ സ്ക്രൂ വിത്ത് ട്രപ്പിസോയിഡൽ ISO ത്രെഡ് ഈസ് യൂസ്ഡ് ടു റേസ് എ ലോഡ് ഓഫ് 300 ന്യൂട്ടൺ. ലോഡ് തന്നിട്ടുണ്ട് 300 കിലോ ന്യൂട്ടൺ. W. നോമിനൽ ഡയാമീറ്റർ 100 mm, അതൊക്കെ D തന്നെ, D ആണ്. ആൻഡ് പിച്ച് P 12 mm. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അതായത് F 0.5. നെഗ്ലക്റ്റിംഗ് കോളർ ഫ്രിക്ഷൻ ഇല്ല. Then torque required to raise the load, torque required to lower the load, efficiency of the screw. തന്നിരിക്കുന്നത് N is equal to ട്രപ്പിസോയിൽ ത്രെഡ് വരുമ്പോൾ ഇങ്ങനെയാണ് ട്രപ്പിസോയിൽ ത്രെഡ് വരുന്നത്. കണ്ട, അത് ത്രെഡിൻ്റെ ഷേപ്പ് ട്രപ്പിസോയിലായിരിക്കും, ട്രപ്പീസിയം ഷേപ്പിലായിരിക്കും. ഇതാണ് ഈ ആംഗിളാണ്, രണ്ട് ത്രെഡിൻ്റെ അടിക്കുള്ള ഈ ആംഗിളാണ് 2 ബീറ്റ. നമുക്ക് അതിൻ്റെ പകുതിയാണ് വേണ്ടത്, ബീറ്റ. അപ്പോൾ അത് ആ ആംഗിൾ കോൺസ്റ്റൻ്റ് ആണ്. ബീറ്റ is equal to 15 ഡിഗ്രി കോൺസ്റ്റൻ്റ് ആണ്. For acme or trapezoidal thread, equations of V thread can be used. നമ്മൾ V thread ഇതെന്ന് വെച്ചാൽ V ത്രെഡിനെ ഇതെങ്ങനെയായിരിക്കും V ത്രെഡ് അതിനെ കട്ട് ചെയ്തേക്കുന്നതാണ് ഷേപ്പ്. കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രപ്പിസോയിഡൽ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ V ത്രെഡിൻ്റെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ്, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ബുക്കിലുള്ള ഇക്വേഷൻ 9.10H പേജ് നമ്പർ 134 അപ്പോൾ നമ്മുടെ ഇവിടെ ഇക്വേഷനിൽ ടാൻ ആൽഫ എഫ് സീക്ക് ബീറ്റ എന്നുള്ളൊരു ടേം കൂടി വരുന്നുണ്ട്. ട്രപ്പിസോയിഡൽ ത്രെഡിന് വരുന്ന അല്ലെങ്കിൽ V ത്രെഡിന് വരുന്ന ഒരു കേസാണ് അത്. അപ്പോൾ ടോർക്ക് റിക്വയർഡ് ടു റേസ് ദ ലോഡ് എന്ന് പറയുന്നത് W/2 ഇൻറ്റു D2 ഇൻറ്റു ടാൻ ആൽഫ പ്ലസ് എഫ് സീക്ക് ബീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് എഫ് ടാൻ ആൽഫ സീക്ക് ബീറ്റ പ്ലസ് എഫ് സി ഡി സി. കോളർ ഉണ്ട്, അപ്പം നെഗ്ലക്റ്റിംഗ് കോളർ ഫ്രിക്ഷൻ ആണെങ്കിൽ അപ്പോൾ എഫ് സി ഡി സി എന്നുള്ള ടേം കളയാം. അപ്പോൾ നമുക്ക് ഇതേ കിട്ടും. D2 സിഗ്നൽ ബാക്കി നമ്മൾ D2 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ D മൈനസ് P/2 1094 mm. ടാൻ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് L ഡിവൈഡ് ബൈ പൈ D2, അതൊക്കെ സെയിം ഇക്വേഷൻ തന്നെയാണ്. ഈ സീക്ക് ബീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോസ് ബീറ്റ കണ്ടുപിടിക്കുക. ടി ആർ കണ്ടുപിടിക്കാനായിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോവർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ലോവർ ചെയ്യാനുള്ള ഇക്വേഷൻ അതിനകത്തില്ല, ഡാറ്റ ബുക്കിലില്ല. അത് നമുക്ക് റേസ് ചെയ്യാനുള്ള ലോഡിൽ നിന്ന് കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എഫ് മൈനസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ ഇവിടെ മൈനസ് എന്നുള്ളത് പ്ലസ് ആക്കി മാറ്റാം. അപ്പോൾ ലോവർ ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടും. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാ ടൈംസും കണ്ടുപിടിച്ചതാണ്. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, പേജ് നമ്പർ ഉണ്ട്. V ത്രെഡിൻ്റെ കേസ് വരുന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. എല്ലാ ടൈമും കിട്ടിയതാണ്. അപ്പോൾ 33.93% എഫിഷ്യൻസി കിട്ടും.